ബബ്ബബ്ബ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ വന്നിരിക്കുകയാണ്. ഈ ഒരു ടീസറിൽ ദിലീപിൻ്റെ കഥാപാത്രത്തിന് വിൻറ്റേജ് ദിലീപിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയിലും ആക്ഷൻ സീൻസിലും ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദിലീപിൻ്റെ ഈ കഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ബബ്ബബ്ബയിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യം ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ നെഗറ്റീവ് റോളും ഒരു പോലീസ് ക്യാരക്ടറാണ് വിനീത് ശ്രീനിവാസൻ ഈ ഒരു സിനിമയിൽ ചെയ്യുന്നതെന്ന് ഈ ഒരു ടീസർ കാണുമ്പോൾ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ലുക്ക് തന്നെ വളരെ യങ്ങായിട്ട് തോന്നും. ഇപ്പോൾ വിനീത് ശ്രീനിവാസനെ കണ്ടാൽ ധ്യാൻ ശ്രീനിവാസനേക്കാളും പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ദിലീപ് വിനീത് ശ്രീനിവാസൻ ഫേസ് ഓഫൊക്കെ സിനിമയിൽ കിടിലനാവുമെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഈ ഒരു ടീസർ ഒരു മാസ് കോമഡി എൻ്റർടൈനർ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് അതൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സിനിമയുടെ സംവിധായകൻ വിജയുടെ ഒരു കട്ട ഫാനാണ്. അതുകൊണ്ട് തന്നെ ടീസറിൽ ഈ റെഫറൻസും നമുക്ക് കാണാം. ടീസറിൻ്റെ പോസ്റ്ററിലും മറ്റൊരു വിജയ് സിനിമയുടെ റെഫറൻസും ഉണ്ട്. അതായത് മാസ്റ്റർ സിനിമയിലെ വിജയും വിജയ് സേതുപതി നിൽക്കുന്ന ആ ഒരു പോസ്റ്ററിൻ്റെ റെഫറൻസ് തന്നെയാണ് ബബ്ബബ്ബ സിനിമയിലെ ടീസറിലെ പോസ്റ്ററിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബബ്ബബ്ബ സിനിമയിൽ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ക്യാമിയോ. ഇന്നലെ ബബ്ബബ്ബ സിനിമയുടെ സെറ്റിലേക്ക് ലാലേട്ടൻ ജോയിൻ ചെയ്യുമെന്നാണ് റൂമേഴ്സൊക്കെ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്ലാനൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 10 ലാലേട്ടൻ ബബ്ബബ്ബ സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ ലാലേട്ടൻ്റെ ആ ഒരു മാസ് ലുക്ക് ബിഗ് ബോസിന് പോയി. എന്തൊക്കെയായാലും ലാലേട്ടൻ്റെ ബബ്ബബ്ബ സിനിമയിലെ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. ബബ്ബബ്ബ സിനിമ ഡൊമസ്റ്റിക്കലി റിലീസിനെത്തിക്കുന്നത് ശ്രീഗോകുലം മൂവീസും ഡ്രീം ബിഗ് ഫിലിംസും ചേർന്നാണ്. അതുപോലെ ഓവർസീസിൽ ഫാർസ് ഫിലിംസാണ് വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലായിരിക്കും ബബ്ബബ്ബ സിനിമയുടെ റിലീസ്. ബബ്ബബ്ബ സിനിമയുടെ ടീസർ നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. ബബ്ബബ്ബ സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.